പ്രവേശനം ലഭിക്കുന്നവനാണ് വിജയം. അല്ലാഹുവിന്റെ ഖുർആൻ നരകമോചനം കിട്ടുന്നവനാണ് ഏറ്റവും വലിയ വിജയം വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടൊന്ന് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറയുന്നത്? എല്ലാ മനുഷ്യ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. എല്ലാ ശരീരങ്ങളും മരണത്തെ ടേസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ മറ്റൊരിടത്ത് നമുക്ക് കാണാം, ഫഇദാ ജാ അജലുഹും ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ജീവിതത്തിൽ കൂട്ടായിട്ട് വേണ്ടത് മരണചിന്തയാ, മറന്നുപോകണ്ട. എപ്പോഴും മനുഷ്യന്റെ കൂട്ടായിട്ട് അവനോടൊപ്പം കൂടാനുള്ളത് മരണചിന്തയാണ്. അവരോടെപ്പോഴും സഞ്ചരിക്കാനുള്ളത് മരണചിന്തയാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, ഉസ്താദ് ഞാൻ നന്നാപത്തിന്റെ കാരണം എനിക്കൊരാൾ ഉപദേശിക്കാൻ ആരുമില്ല, എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല, എനിക്ക് മനസ്സിലാക്കി തരാൻ ആരുമില്ല, എനിക്കൊരു ഉപദേശകനെ കിട്ടുന്നില്ല, വേണ്ടതുപോലെ ഞാൻ തെറ്റിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരുമില്ല, ഒരു നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ആരുമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും പറയാറുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രതികരണം. നിങ്ങളുടെ പ്രതികരണം കൂടെ കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ വയറ് നിറഞ്ഞ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ഒരു പരിചയമില്ലാത്ത ആളിന്റെ പേര് വെക്കുമ്പോൾ ഇരിക്കുന്ന പോലെ ബ്ലഞ്ച് ചെയ്യാന്നും പറഞ്ഞിരുന്ന പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇപ്പോൾ ഇലക്ഷനൊക്കെ കയ്യിൽ മഷിയൊക്കെ പുരട്ടിയിട്ട് കാത്തിരിക്കുക. ഇപ്പോഴും മഷി പോകാതെ എത്ര ആളുണ്ട് അല്ലേ? എന്തിനാ? റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി അടുത്ത മാമാങ്കം അതാ. പാതിരാ സമയത്തും ഏതൊക്കെയോ ഭൗതിക നേതാക്കന്മാർക്ക് വേണ്ടി, രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ സിന്ദാബാദ് വിളിച്ച് തൊണ്ട പൊട്ടി അവസാനം ഉറക്കമില്ല ഊണുമില്ലാത്ത കുറെ നാളുകളാണ് ഇപ്പൊ കഴിഞ്ഞു പോയി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, എല്ലാ നേതാക്കന്മാരുടെയും നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഉറച്ചെന്ന് സിന്ദാബാദ് വിളിക്കാനുള്ള ആഫിയത്തില്ല എങ്കിൽ ആ പ്രവാചകനോടുള്ള അനുരാഗം, ആ പ്രവാചകനോടുള്ള ഇഷ്ടം, ആ പ്രവാചകനോടുള്ള ബന്ധം എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ സലാത്ത് ചെല്ലാൻ പറ്റൂ, മുനാഫിഖീങ്ങൾക്ക് ചെല്ലാൻ പറ്റൂല, മുതക്കബ്ബിരീങ്ങൾക്കും ചെല്ലാൻ പറ്റൂല, അഹങ്കാരികൾക്ക് എല്ലാം പറ്റൂല. പിന്നെ ഇനിയിപ്പോൾ ഉറച്ചു വിട്ടിരുന്ന് മുഹമ്മദ് മുസ്തഫ എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഞാനിങ്ങനെ ഈ പുറമ്പോക്കിൽ വന്നിരുന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പാടത്ത് ഈ പറമ്പിൽ വന്നിരുന്ന് പറയുന്ന മോശമല്ലേ? ഞാൻ ഈ നാട്ടിലെ വലിയ വലിയ ഹാജിയാരല്ലേ, അല്ലെങ്കിൽ വലിയ പ്രമാണിയല്ലേ, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ഞാൻ വലിയ കാര്യപ്പെട്ട ആളല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ഉറച്ചല്ലേ എന്തെങ്കിലും കുറച്ചുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ ഹബീബുമായിട്ടുള്ള ബന്ധം തീരെ ഇല്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്താ? യാ അയ്യുഹല്ലദീന ആമനു, ഖുർആൻ വിളിച്ചത് മുഅ്മിനീങ്ങളെയാണ്. യാ അയ്യുഹൽ മുനാഫിഖൂന എന്നല്ല, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ കുറച്ച് സ്വലാത്ത് ചൊല്ലാനുള്ള ആവേശം ഉണ്ടാകും. അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക പുങ്കവർ ഈ ലോകത്തെ ജീവിതത്തിന്റെ നിലവാരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി പ്രവാചക പരിസരത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത്. ഞാൻ അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അനക്കൊണ്ട് ആഫിയത്തൊക്കെ ഉണ്ട്, ഇല്ലാത്തവരല്ല. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മുത്തബിഉ സുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമരിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുന്ന ഒരു പരാമർശം, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമരിൽ പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു പദപ്രയോഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പദപ്രയോഗമാണ്. കാരണം എന്തെങ്കിലും ഗൗരവമുള്ള വിഷയം പറയുമ്പോ ആ പറയുന്ന ആളിന്റെ തോള് തട്ടി നമ്മൾ സംസാരിക്കാറുണ്ട്. അത് സാധാരണയാണ്. വിഷയത്തിന്റെ ഗൗരവമനുസരിച്ച് ആളുകൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കും. അതുപോലെ ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുകയാ, ഓ അബ്ദുല്ലാഹ്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ അബ്റു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഓ അബ്ദുല്ലാഹ്, ഈ ലോകത്ത് നീ എങ്ങനെയാ ജീവിക്കേണ്ടത്?
സഹോദരങ്ങളെ, കേവലം അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനോട് മാത്രമല്ല, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബോധിപ്പിച്ചിട്ടുള്ള അവസാന കാലഘട്ടത്തിന്റെ അന്ത്യശ്വാസം വരാനുള്ള മുഴുവൻ മാനവരുടെ മനസ്സങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഖുൽ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഈ ലോകത്ത് എങ്ങനെയാ ജീവിക്കേണ്ടത്? ഒരു വഴിയാത്രക്കാരെ പോലെ ജീവിക്കണമല്ലോ, ഒരു പരദേശിയെ പോലെ ജീവിക്കണമല്ലോ. കാരണം സ്ഥിരതാമസം ഇവിടെയല്ലല്ലോ, ഇങ്ങോട്ട് വന്നത് ജീവിക്കാനല്ലല്ലോ. ഇവിടെ ഒരാളും ജീവിക്കാൻ വന്നവരല്ല, മറന്നുപോകണ്ട. ഉസ്താദേ, നിങ്ങൾ എന്ത് മണ്ടത്തരവാ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ജീവിക്കാനല്ലേ ഇവിടെ വന്നിട്ടുള്ളത്, ഞങ്ങളിപ്പോ ജീവിക്കുന്ന ആളുകളല്ലേ ഉസ്താദേ, നിങ്ങൾ എന്ത് മണ്ടത്തരവാ പറയുന്നു എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ 100% ഉറപ്പിച്ചു ഞാൻ പറയുകയാ, ഇങ്ങോട്ട് വന്നത് ജീവിക്കാനല്ല, ജീവിക്കാനല്ല. എന്താ കാരണമെന്നറിയുമോ? ഇവിടെ ഒരാളും ജീവിച്ചു കാണുന്നില്ലല്ലോ, ഒരാളും ഇവിടെ ജീവിതത്തിന് ശ്വാസരീകത്വം കിട്ടുന്നില്ലല്ലോ. ലൗ കാന ഫിദ്ദുനിയാ തദ്ഉമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ഈ ലോകത്ത് ആർക്കെങ്കിലും ശാശ്വതമായ ജീവിതത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ പ്രപഞ്ചത്തെ പടക്കാൻ കാരണക്കാരനായ ആകാശ സീമയെ പടക്കാൻ കാരണക്കാരനായ സീമയിലൂടെ നിന്നിത്തിളങ്ങുന്ന അനന്തകോടി താരക സമൂഹങ്ങളെ പടക്കാൻ കാരണക്കാരനായ ആകാശ ഭൂമിയിലൂടെ വട്ടമിട്ട് പറക്കുന്ന പർവ്വതങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അതേ അമ്പരചുംബികളായ പർവ്വതങ്ങളെ പടക്കാൻ കാരണക്കാരനായ ആർത്തിരമ്പു വരുന്ന അലമാല തിരമാലകളെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ടവരെ കളകളാരവം മുഴക്കി ഒരുങ്ങുന്ന അരുവികളെ പടക്കാൻ കാരണക്കാരനായ കാട്ടരുവികളെയും കാട്ടാനകളെയും കാട്ടാറുകളെയും പടക്കാൻ കാരണക്കാരനായ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വസ്തുക്കളെയും അതേ ചേതന അചേതന ഗോചര അഗോചര വസ്തുക്കളെയും പടച്ച് സംവിധാനിക്കാൻ കാരണക്കാരനായ ആക്കായെ നാംദാർ താജ്ദാരെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി മറന്നുപോകണ്ട. പ്രവാചക പുങ്കവർ ഈ ലോകത്ത് നിന്ന് കടന്നുപോയെങ്കിൽ ഇനി ഒരാൾക്കെങ്കിലും ഇവിടെ ശേഷിക്കാൻ പറ്റുമോ? ചെറിയ വിഷയമല്ല, ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചാ. എന്താ കാരണമെന്നറിയോ സഹോദരങ്ങളെ? നമ്മൾ എത്രയോ മരണം കണ്ട് ചിന്തയുണ്ടോ? എത്രയോ മരണം കണ്ടവരാ നമ്മൾ ചിന്തയുണ്ടോ? ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചെറിയ പരിമിതികൾ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ പറയാനുള്ള വിഷയം പൂർണ്ണമായും പറയാൻ തയ്യാറെടുപ്പുണ്ട്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇതിൽ വേണ്ട നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും ആത്മാർത്ഥമായ ശ്രവണവുമാണ്, കേൾക്കലുമാണ്. തമ്പുരാന് വേണ്ടതുപോലെ കേൾക്കാനും പറയാനും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ. നാം ഇങ്ങോട്ട് വന്നത് ജീവിക്കാനല്ല എന്നുറപ്പിച്ചവരാ, ജീവിക്കാനല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തിനാ ഉസ്താദേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, ജീവിക്കാൻ വന്നവരല്ല, ജീവിക്കാൻ തയ്യാറെടുക്കാൻ വന്നവരാ, ജീവിക്കാൻ തയ്യാറെടുക്കാൻ വന്നവരാ, ജീവിക്കാൻ തയ്യാറെടുക്കാൻ വന്നവരാ, ജീവിക്കാൻ വന്നവരല്ല, യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ വന്നവരാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാ തയ്യാറെടുപ്പുകളായി ഇവിടെ നടക്കുന്നത്, തയ്യാറെടുപ്പുകളായി ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒന്നാമത്തെ പടിയാകുന്ന വാതിലാകുന്ന പഴുതാകുന്ന അതിന്റെ താക്കോലാകുന്ന മരണമുണ്ടല്ലോ. ആ മരണസമയം മനുഷ്യൻ പതറിപ്പോയാൽ എല്ലാം അസ്തമിച്ചു പോകും, മറന്നു പോകണ്ട. ഒന്നുകിൽ ഖബർ സ്വർഗ പൂങ്കാവനം, അല്ലെങ്കിൽ ഖബർ എന്താ നരകക്കുണ്ട്. രണ്ടാലൊന്നും ഉറപ്പാണ്, യാതൊരു സംശയം അതിൽ വേണ്ട. എന്ത് വേണോ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയം സന്തോഷകരമായിട്ട് നമുക്ക് മരണപ്പെട്ടു പോകണമെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെട്ടു പോകണമെങ്കിൽ ഈ സാഹചര്യത്തിലും ഈ കാലഘട്ടത്തിലും അല്പം പരിശ്രമം അനിവാര്യമാണ്, അല്പം ശ്രദ്ധ അനിവാര്യമാണ്, അല്പം ക്ഷമ അല്ല വളരെ ക്ഷമ അനിവാര്യമാണ്. കാരണം മുഴുവൻ സംവിധാനങ്ങളും നരകത്തിലേക്കുള്ള ഷോർട്ട് കട്ടുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നരകത്തിലേക്കുള്ള ഷോർട്ട് കട്ടുകളുടെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കുന്നവൻ, എന്താ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ആലോചിച്ച് നോക്കണം. സമുദായവും സമൂഹവും ഫിത്നയിലും ഫസാദിലുമാകുമ്പോ, നെറുകേടിലും വഴികേടിലുമാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ സമുദായം നാശത്തിന്റെ വക്കിലാകുമ്പോൾ, സമുദായം ഫിത്നയിലാകുമ്പോൾ ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നും രണ്ടുമല്ല 100 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അല്പം ആത്മീയമായ കരുത്തുണ്ടായേ പറ്റൂ. വലിയ വലിയ പാപങ്ങൾ പോലും ചെറുതായി വൽക്കരിക്കപ്പെടുന്ന കാലം, കൊടും പാപങ്ങൾ പോലും വെറും മയമുള്ള നിർമ്മല്യമാകുന്ന വളരെ നർമ്മരസമുള്ളതായി അവതരിപ്പിക്കുന്ന കാലം, കൊടും ഭീകരമായ പാപങ്ങൾ പോലും ലാഘവത്തോടെ അവതരിപ്പിക്കപ്പെടുന്ന കാലം. എന്റെ പ്രിയപ്പെട്ടവർ, ഇക്കാലത്തിൽ ഒരു മനുഷ്യന്റെ ആത്മാവ് സന്തോഷത്തോടെ അവന്റെ ദേഹിയിൽ നിന്നും, അവന്റെ ദേഹത്തിൽ നിന്നും ആ ദേഹി പുറപ്പെട്ടു പോകുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ലാത്ത ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ആലോചിക്കുക, നമ്മുടെ ഒരു ഉപദേശകൻ നമുക്ക് വേണമെന്ന് നാം ചിന്തിച്ചാൽ, എന്നതാ പറഞ്ഞു വന്നത്, ഒരു ഉപദേശകൻ വേണമെന്ന് ചിന്തിച്ചാൽ ഹബീബായ പ്രവാചകൻ പറയുകയാണ്, മൻ അറാദ വായുല, ആരെങ്കിലും ഒരു ഉപദേശകൻ ജീവിതത്തിൽ വേണമെന്നവൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഫൽ മൗതു യക്ഫീ, മരണം അവനെ ഉപദേശകനായി കൊണ്ടു നടക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എന്ന് പറയുന്ന വിഷയം, ആ മരണം അവനെ സംബന്ധിച്ച് അവൻ ഏത് പാപത്തിലേക്ക് പോയാലും മരിക്കുമെന്നുള്ള ചിന്തയുണ്ടല്ലോ, അവൻ ഏത് പാപത്തിലേക്ക് പോയാലും മരിക്കുമെന്നുള്ള ചിന്തയുണ്ടല്ലോ. ആ ചിന്ത വരുമ്പോൾ ഒരു ഉപദേശകന്റെ റോളായിട്ട് മരണം മാറുകയാണ്. അവൻ നന്മ ചെയ്യുമ്പോൾ കൂടുതൽ ഉത്സാഹമുണ്ടാകുന്ന രൂപത്തിൽ മുന്നോട്ട് കടന്നു പോകാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ നല്ല ആത്മീയമായ ഉത്കർഷ്ടമുണ്ടാവുകയാണ്. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ പറയുന്നു, മൻ അറാദ വാഇലൻ ഫൽ മൗതു യക്ഫീ, ആരെങ്കിലും ഒരു ഉപദേശകനെ വേണമെന്ന് ചിന്തിച്ചാൽ അവന് മരണം മതിയാകും മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ കൈമുതൽ, ഏറ്റവും വലിയ പുരുവല്ലി. അതാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരവബോധം ഉണ്ടാക്കിയെടുക്കൽ. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂല്യവത്തായ ചിന്ത. കാരണം ഈ ലോകത്തെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായ സമയമാണ്. ചിന്തിക്കണം, അമൂല്യമായ സമയമാണ്. ഓരോ മൈക്രോ സെക്കൻഡുകളും, ഒരു സെക്കൻഡ് അല്ല, ഓരോ മൈക്രോ സെക്കൻഡുകളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ്. എന്താ കാരണം? അനന്തമായ പരലോകം, പരിശുദ്ധമായ പറുദീസയാകുന്ന സ്വർഗലോകം, ആ സ്വർഗലോകം സമ്പാദിക്കാൻ അല്ലാഹുവിന്റെ വലിയ ഔദാര്യം കൊണ്ട്, ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഉന്നതമായ ഔദാര്യം കൊണ്ട് മരണമില്ലാത്ത ഒരു ലോകം, പരിശുദ്ധമായ അവർണ്ണനീയമായ അവാച്യമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗം, ആ സ്വർഗം സമ്പാദിക്കുന്നതിന് തുച്ഛമായ നാളത്തെ ജീവിതം അല്ലാഹു പകരം വെച്ചു. അപ്പൊ ഈ തുച്ഛമായ നാളത്തെ ജീവിതം
ജീവിതത്തിന്റെ സമയത്തിന്റെ മൂല്യം എത്രയാ? കാരണം ഈ സമയം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം സമ്പാദിക്കാനുള്ളത്. അള്ളാഹു എത്ര കരുണയുള്ളവനാണ് അല്ലേ? 1 കോടി വർഷം അധ്വാനിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരർത്ഥത്തിൽ മറ്റേ ആംഗിലൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് 1 കോടി ആയുസ് അല്ല, ഞാൻ ആ പറഞ്ഞ ആംഗിൾ അതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 കോടി വർഷം മനുഷ്യൻ അധ്വാനിക്കണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായിരുന്നെങ്കിലോ ചെറിയ വിഷയമല്ല. കാരണം കോടി വർഷങ്ങൾ തീർന്നാലും സ്വർഗത്തിന്റെ ജീവിതം തീരില്ല, മറന്നുപോകണ്ട. എണ്ണ തീർന്നാലും എണ്ണ മറ്റതാണ്, എണ്ണത്തിനപ്പുറത്താണ് പരലോകത്ത് ജീവിതം. മാറ്റമില്ല, അനന്തമാണ്, മറുകര കാണാത്ത ജീവിതമാണ്. അതുകൊണ്ട് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കണമോ നമ്മൾ ആലോചിക്കുക. ജീവിതമല്ലല്ലോ, ജീവിക്കണമോ, സന്തോഷത്തോടെ ജീവിക്കണമോ എന്ന് ആഗ്രഹിക്കുക. അതിന്റെ ഒന്നാമത്തെ പടിയാകുന്ന മരണത്തിന്റെ പടിവാതിക്കലെത്തുമ്പോ സന്തോഷത്തോടെ നമുക്ക് മരണം കൈവരിക്കണമെങ്കിൽ, റാഹത്തായിട്ട് ജീവിതത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു സ്വപ്നമാണ്, ഒരു സ്വപ്ന ലോകമാണ്, ഇതൊരു മായാ ലോകമാണ്. പരലോകത്തിന്റെ പ്രതിസാരമായ അന്തരീക്ഷം പറഞ്ഞു പരിചയപ്പെടുത്തുമ്പോ ഈമാൻ കുറഞ്ഞുപോയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുക, പടച്ചവനേ, ഇതിനേക്കാളും വലിയ ലോകമോ, ദുനിയാവ് മാത്രം പരിചയമുള്ള നമ്മൾ ചിന്തിക്കുന്നതെന്താ? ഇതിനേക്കാളും വലിയ ലോകമോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9 മാസവും 10 ദിവസവും മാതാവിന്റെ ഗർഭഗൃഹത്തിൽ കഴിഞ്ഞ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് പുറത്തേക്ക് വരാൻ സമയമാകുമ്പോ, ആ കുഞ്ഞ് പുറത്തേക്ക് പിറന്നു വീടാ സമയമാകുമ്പോ, ആ കുഞ്ഞിനോട് മലക്ക് വന്ന് പറയുക, മോളെ നീ ഗർഭാശയത്തിലുള്ള നിന്റെ താമസം മതിയാക്കിക്കോ, അത് കംപ്ലീറ്റ് ആയി പോയി, നിനക്ക് താമസിക്കാറ് ലോകമിതാ ഒരുങ്ങിക്കഴിഞ്ഞു മോളെ പുറപ്പെട്ട് വരണമെന്ന് കുഞ്ഞിനോട്, ആ ചോരക്കുഞ്ഞിനോട് പറയുമ്പോ ആ കുഞ്ഞിന്റെ പ്രതികരണം എന്താണെന്നറിയോ? ഞാനെവിടെ പോകാനാ? ഇത്രയും നല്ല ലോകത്തിൽ നിന്ന് ഞാനെവിടെ പോകാനാ? ഇത്രയും വിശാലമായ ഗർഭാശയത്തിൽ നിന്ന് ഞാനെവിടെ പോകാനാ? ഈ സുന്ദരമായ ഗർഭാശയത്തിൽ നിന്ന് ഞാനെവിടെ പോകാനാ? ഉടൻ തന്നെ മലക്ക് പറയുകയാ, പൊന്നുമോളെ, ഇതെല്ലാ ലോകം, വലിയ ലോകം പുറത്തുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്, വിശാലമായ അണ്ടഘടാകമുണ്ട്, അന്തരീക്ഷമുണ്ട്. അതേ കോടാന അനുഗ്രഹങ്ങളും വിഭവങ്ങളും കൊണ്ട് പടച്ചതമ്പുരാൻ ഉറച്ചു വെച്ചിരിക്കുന്ന ഭൂമി നിനക്ക് വേണ്ടി സംവിധാനിച്ചതാ. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇറങ്ങി വരൂ എന്ന് പറയുമ്പോ ഉടൻ തന്നെ കുഞ്ഞിന്റെ പ്രതികരണം, ഇതിനേക്കാളും വലിയ ലോകമോ? കുഞ്ഞിന്റെ ചോദ്യം എന്താ? ഇതിനേക്കാളും വലിയ ലോകമോ? കാരണം എന്താ? ആ കുഞ്ഞ് അതിനപ്പുറം ഒരു ലോകം കണ്ടിട്ടില്ല, അതിനപ്പുറം ഒരു ലോകം കുഞ്ഞ് അനുഭവപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെപ്പോലെ അതേ ഭൂമിയുടെ, നാം ഇപ്പോഴും ഒരു ഗർഭാശയത്തിലാണ്, ഗർഭഗൃഹത്തിലാണ്, ഭൂമിയുടെ അന്തർഭാഗത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ ഭൗമാന്തരഭാഗത്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭ്രൂണക്കുഞ്ഞുങ്ങളാ, മറന്നുപോകണ്ട. ഭൂമിയിൽ വസിക്കുന്ന ഭ്രൂണക്കുഞ്ഞുങ്ങളാ, നമ്മൾ സ്വതന്ത്രരായിട്ടില്ല. സ്വതന്ത്രമാകുന്നത് ജീവിതത്തിലേക്ക് പോകുമ്പോഴാ. ജീവിതം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ആദ്യപടിയാകുന്ന മരണമുണ്ടല്ലോ, ആ മരണത്തോടുകൂടി ആ സ്ക്രീനിൽ നീങ്ങുമ്പോ നീ അറിയാത്ത, കാണാത്ത, ചിന്തിച്ചാൽ അറ്റമെത്താത്ത ലോകത്തിന്റെ പറുദീസകൾ കാണുമ്പോ ആ സമയത്ത് കൈവടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയുമോ? എല്ലാവരും തമ്പുരാനെ അംഗീകരിച്ചുകൊണ്ടാ മരിക്കുന്നത്, മറന്നുപോകണ്ട. എന്താ പറഞ്ഞത്? എല്ലാ മനുഷ്യരും പടച്ചവനേന്ന് വിളിച്ചിട്ടാ മരിക്കുന്നത്. എല്ലാ മനുഷ്യന്മാരും പടച്ചവനേ, അല്ലാഹുവേ, നിന്നെ ഞാൻ അംഗീകരിച്ചു, ഞാൻ ഇനി വേണ്ട പോലൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട എല്ലാ കാട്ടാളന്മാർ, ഏതുവരെ ഫിറാവും വരെ. പിന്നിപ്പോ എന്താ?
കാട്ടാളന്മാരുടെ വലിയ കാട്ടാളനായ ഫിർഔൻ വരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞിട്ടാണ് മരിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷിയ ഖലീലുല്ലാഹി മൂസ അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിക്കാൻ വേണ്ടി പിന്നിലേക്ക് ഓടി വന്ന കാട്ടാള കൂട്ടങ്ങളുണ്ടല്ലോ, അതിന്റെ നേതാവായ ഫിർഔൻ ഉണ്ടല്ലോ, അതാ നദിയിലേക്ക് ഇറങ്ങി പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അത്ഭുതമല്ലേ അത്ഭുതമല്ലേ അത്ഭുതമല്ലേ, ഒരു നാഷണൽ ഹൈവേ പോലെ അതാ സാഗരമെന്ന് മാറിക്കൊടുക്കുമ്പോ, പടച്ചവന്റെ സഹായം വിധാനിച്ചു കൊടുക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിലേക്കൂടെ കടന്നങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോ ഫിർഔൻ വിചാരിച്ചു ഞാനും ഇതിലേ പോകാമല്ലോ, ഈ വഴി എനിക്കും ഉപയോഗപ്പെടുത്താമല്ലോ. ആ വഴിയിലേക്ക് അങ്ങ് കടന്നു പോകുമ്പോ നടുക്കടലെത്തിയപ്പോ പടച്ച തമ്പുരാൻ പൂർവ്വത്തിലേക്ക് കടലിനെ മാറ്റിയപ്പോ അവിടെ അദാബ് കാണുമ്പോ, മരണത്തിന്റെ മലക്കിനെ കാണുമ്പോ ഫിർഔൻ പറഞ്ഞ വാക്കുകൾ ഖുർആനിലുണ്ട്, മറന്നു പോകല്ല. ആമന്നാ ബിറബ്ബി മൂസാ, ആമന്നാ ബിറബ്ബി മൂസാ, ആമന്നാ ബിറബ്ബിൽ ആലമീൻ. മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, എന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് മനസ്സിലായി, ഞാൻ അപകടത്തിൽ പെട്ടുപോകുന്നു, എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാനിതാ അസ്തമിക്കാൻ പോകുന്നു. അതുകൊണ്ട് മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫിർഔൻ പോലും പറഞ്ഞു. പിന്നെ എല്ലാ കാട്ടാളന്മാരും പറയൂലേ, ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കഥയുണ്ടോ? അസ്രായിലെ കാണുന്ന കോലം തന്നെ വല്ലാത്ത കോലം, അങ്ങ് അറിയണം, മനസ്സിലാക്കണം നിങ്ങൾ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലെ നിങ്ങൾ ഉറച്ചു പറയും, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സാധാരണ അങ്ങനല്ലല്ലോ, സദസ്സുകളിലൊക്കെ ഇഷ്ടംപോലെ സ്വലാത്ത് സലാമും ഒക്കെ പരിസരത്തൊക്കെ ഒരുപാട് സദസ്സുകൾ അൽഹംദുലില്ലാഹ് തൃശ്ശൂരിൽ പങ്കെടുക്കുമ്പോൾ നല്ല ഉഷാറാണ്. ഇപ്പൊ എന്ത് പറ്റി? ഉറക്കം വരുന്നോ? ഉറക്കമൊക്കെ മാറ്റാനുള്ള പരിപാടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഉറക്കം വരാനുള്ള സമയം എന്തായാലും ആയിട്ടില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖാബിലുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അസ്രായിലേ എനിക്കൊരാഗ്രഹമുണ്ട്, അസ്രായിലേ എനിക്കൊരാഗ്രഹമുണ്ട്, അസ്രായിലേ എന്റെ ജീവിതത്തിൽ എനിക്കൊരാഗ്രഹമുണ്ടെന്ന് സാധിപ്പിച്ചു തരാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ അസ്രായിലേ. അസ്രായിൽ പറഞ്ഞു, എന്താ നബി നിങ്ങളുടെ വല്ലാത്തൊരാഗ്രഹം? എന്താ നബിയെ നിങ്ങളുടെ ആഗ്രഹം? മഹാനായ പ്രവാചകൻ പറയുകയാ, അക്രമികളായ ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന, പടച്ചവനെ പേടിയില്ലാത്ത ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന ഹയ്യാലൽ സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ്, പള്ളിയിൽ നിന്നും ബാങ്കിന്റെ ധ്വനിമുടങ്ങുമ്പോ അതിന് മറുപടി കൊടുക്കാതെ അധമന്മാരായിട്ട് വീതിച്ച അധാർമികതയുടെ പ്രസരത്തിൽ, അതേ അതിപ്രസരത്തിൽ ആധുനാധുനികതയുടെ പളപളപ്പിൽ കിടന്ന് നട്ടം തിരിഞ്ഞ് ഏതാണ് പ്രകാശം ഏതാണ് ഇരുളെന്നറിയാതെ ഗർത്തങ്ങളിലേക്ക് അകപ്പെട്ടുപോയ മനുഷ്യരുണ്ടല്ലോ, കൽബ് കറുത്തുപോയ മനുഷ്യരുണ്ടല്ലോ, പടച്ചവനെ പേടിയില്ലാതെ ജീവിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന കോലത്തെക്കുറിച്ച് ഞാൻ അസ്രായിലെ കേട്ടിട്ടുണ്ട്. വല്ലാത്തൊരു കോലമാണ്, വല്ലാത്ത പേടിക്കപ്പെടേണ്ട ഒരു കോലമാ. അതൊന്നും കാണാനൊരാഗ്രഹമുണ്ട് അസ്രായിലെ. അസ്രായിലെ ആ കോലം എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ആ രൂപത്തിൽ എനിക്കൊന്ന് നിന്ന് വരുമോ? അസ്രായിൽ പറഞ്ഞു, നല്ല പരിപാടിയായി പോയി, ഞാൻ കരുതി വേറെ എന്തോ സംഭവമാണ്. നബിയെ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല നബിയെ, വേറെ എന്തെങ്കിലും പറ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇല്ല, നിങ്ങളെ കൊണ്ട് പറ്റൂല, ഒരു തമാശ പോലെയാണ്. മഹാനായ 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 ഖാബിലുൽ അർവാഹ് പറയുകയാണ്, ഇല്ല നബിയേ നിങ്ങൾ പ്രവാചകനാ, പവറുള്ള ആളാ, പക്ഷേ നിങ്ങളുടെ നേത്രങ്ങൾക്കത് താങ്ങൂല നബിയേ, താങ്ങൂല. അല്ല അസ്രായിലെ എനിക്കൊരാഗ്രഹമില്ലടോ, നിന്നോട് ഞാൻ പറയാൻ പറഞ്ഞിട്ടല്ലേ പറഞ്ഞു, നീ ഇപ്പൊ ആരും ആരരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ അങ്ങോട്ട് തർക്കമായി അവസാനം സമ്മതിച്ചു. എന്താ ചെയ്യാ, ഒരു നിവൃത്തിയില്ലല്ലോ, പ്രവാചകനല്ലേ. നബിയേ 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 നിങ്ങളുടെ കണ്ണുകളും നടക്കൂ നബിയേ. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണടക്കാൻ പറഞ്ഞപ്പോ കണ്ണ് ചിമ്മി അടക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം.
അലൈഹിസ്സലാം കണ്ണങ്ങടച്ചു. ഒരല്പസമയം കഴിഞ്ഞപ്പോ രൂപമൊക്കെ അങ്ങ് മാറിയിട്ട് പറയുന്നു, ഒന്ന് കണ്ണു തുറക്കൂ നബിയേ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി എന്ന അല്ലാഹുവിന്റെ ഖലീൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ കണ്ണു തുറന്നപ്പോ കണ്ട കാഴ്ച ഒരൊറ്റ നോട്ടമേ നോക്കിയിട്ടുള്ളൂ. ബോധം കെട്ട് താഴെ വീണു. ബോധമില്ലാതെ താഴെ വീണുപോയി. അല്പസമയം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് കോലമൊക്കെ പഴയ രൂപത്തിലേക്ക് മാറിയതിനു ശേഷം അതാ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ തട്ടിയുണർത്തുമ്പോ വിളിച്ചുണർത്തുമ്പോ ആ വിളിയിൽ നിന്നും കേട്ടുണർന്നുകൊണ്ട് ബോധാവസ്ഥയിലേക്ക് വന്ന പ്രവാചകന്റെ വാക്കുകൾ, അതാണ് വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം. ആ വാക്കൊന്ന് ചിന്തിക്കണം. എന്താണ് ബോധത്തിലേക്ക് വന്നിട്ട് ബോധക്കേടൊക്കെ മാറി ബോധത്തിലേക്ക് വന്നിട്ട് ഇബ്രാഹിം നബി ഈ മലക്കിനോട് പറഞ്ഞ എന്താണെന്നറിയോ? അസ്രായീലേ, എന്തിനാ അസ്രായീലേ ഈ കാട്ടാളന്മാർക്കും ഈ വലിയ പടച്ചവനെ പൊടിയില്ലാത്ത ഈ പറയപ്പെട്ട ആളുകൾക്കും ഇനി നരകത്തിന്റെ ആവശ്യമുണ്ടോ? നരകത്തിലിടേണ്ട കാര്യമുണ്ടോ? അവർക്ക് എന്തിനാ വേറെ ശിക്ഷ? അവർക്ക് ഖബറിൽ വേറെ ശിക്ഷ കൊടുക്കണോ? അവർക്ക് വേറെ അദാബ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ കഥയും ചരിത്രമൊന്നുമല്ല ഇത് താളം പിടിക്കാൻ കോമഡി ഷോയ പാട്ടൊന്നുമല്ല. വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. മറക്കണ്ട. അസ്രായീലിനെ കാണുന്നൊരു രൂപമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നീ ചിന്തിക്കുന്നതെന്താ? ഉസ്താദേ, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ ഭയപ്പെടുത്തിയാലും ഞങ്ങളെ കൽപ്പനവുമില്ല. കാരണം ഒരുപാട് ഹൊറർ ഫിലിംസുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പേടി തീർത്തവരാ. എങ്ങനൊക്കെ പേടി തീർത്തവരാണെങ്കിലും മറന്നു പോകണ്ട, അസ്രായീലിനെ കാണുന്ന ആ ഒരു രൂപം തന്നെ വല്ലാത്ത രൂപമാണ്. അതുകൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? നമ്മുടെ മുതൽ നമ്മളെ രക്ഷപ്പെടുത്തുവോ? നമ്മുടെ സന്താനം നമ്മളെ രക്ഷപ്പെടുത്തുവോ? രക്ഷയുടെ മാർഗമായി വിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ വചനങ്ങളേതാ? സീനത്തുൽ ഹയാത്തുദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. അല്ലാഹുവിന്റെ ഖുർആനാ, വിശുദ്ധമായ ഖുർആനാ, പടച്ചവന്റെ കലാമാ. അൽ മാലു വൽ ബനൂൻ, അവന്റെ സന്താനങ്ങളും സമ്പത്തും ദുനിയാവിന്റെ രസമാ. ദുനിയാവിലത് കൊള്ളാം, അത് വസന്തമാണ്, വർണ്ണമാണ്, അവന് കാണാൻ കൊള്ളാം, അഴകാണ്. പക്ഷേ അല്ലാഹുവിന്റെ പരലോകത്തിൽ മരണം കൊണ്ട് തുടങ്ങുന്ന യഥാർത്ഥ ജീവിതമുണ്ടല്ലോ, ആ ജീവിതം സന്തോഷകരമായി തീരാൻ അവിടെ ശേഷിക്കുന്നത് എന്താണെന്നറിയുമോ? വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്ത കർമ്മങ്ങളാ, മറക്കണ്ട. നല്ല സൽക്കർമ്മങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി, ഒന്നുകൂടെ ഉറച്ചൊന്ന് ചൊല്ലിയ, എല്ലാവരും കൂടെ ഒന്ന് സ്വലാത്തൊന്ന് ചൊല്ലിയ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണമാണ്. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ആയത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അൽ മാലു, സമ്പത്തും, വൽ ബനൂൻ, അവന്റെ സന്താനങ്ങളും, സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ വസന്തവും വർണ്ണവുമാണ്. ദുനിയാവിലൊക്കെ രസമാണ്, പക്ഷേ കൊണ്ടുപോകാനുള്ളത് വൽ ബാഖിയാത്തു അസ്സാലിഹാത്ത്, നല്ല കർമ്മങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണം? ഒരു ദ്വീപ്, 4 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്. ആ ദ്വീപിൽ താമസക്കാർ 4 പേർ, 4 ആളുകൾ. അതിൽ ഒരാൾ മടക്കമില്ലാത്തൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അയാൾ ഈ 3 ആളുകളിൽ, ശേഷിക്കുന്ന 3 ആളുകളിൽ ഒരാളിനോട് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളാണ്, ഏറ്റവും അടുത്ത ആളാണ്. അയാളോട് വലിയ സ്നേഹമാണ്. 3 പേരിൽ ഒരാളിനോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് പോകുന്ന യാത്ര പറച്ചിൽ ആദ്യമായിട്ട് ആ സഹോദരന്റെ അടുത്ത് തന്നെ ചെല്ലുകയാണ്.
മടക്കമില്ലാത്ത യാത്രയല്ലേ. ഞാൻ ഒരുപാട് സ്നേഹിച്ച സ്നേഹിതനോട് ഞാനൊന്ന് വിട പറഞ്ഞു പോകാം, ഒന്ന് യാത്ര പറഞ്ഞു പോകാമെന്ന് പറഞ്ഞ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്നേഹിതന്റെ പരിസരത്തേക്ക് ചെന്നു. ആ സ്നേഹിതന്റെ മറുപടി എന്താണ്? ആ സ്നേഹിതന്റെ മറുപടി എന്താണെന്നറിയുവോ? ഈമാൻ വറ്റിപ്പോയിട്ടില്ലാത്ത ഹൃദയങ്ങളുണ്ടെങ്കിലും ആലോചിക്കണം. ഉദാഹരണം, ആ സ്നേഹിതൻ പറയുന്നു, നിനക്കെവിടെങ്കിലും പോകാൻ ഞാൻ എന്ത് വേണം? നിനക്കെവിടെയും പോകാം, ഞാൻ എന്ത് വേണം? ഞാൻ ഉത്തരവാദിയല്ല, നീ എവിടെങ്കിലും പൊയ്ക്കോ. പറഞ്ഞിട്ട് മൈൻഡില്ല. കൂട്ടുകാരൻ പോകുന്നതിൽ ഒരു വിഷമമില്ല. ഒരു പരിഹാസ ചിരിയോടെ പുച്ഛ ചിരിയോടെ തിരിച്ചു വിടുമ്പോ രണ്ടാമത്തെ ആളിനോടൊന്ന് വിട പറയാമല്ലോ. കാരണം അത്രയും വലിയ ബന്ധമില്ല, ചെറിയൊരു ബന്ധം രണ്ടാമത്തെ ആളിനോടുണ്ട്. രണ്ടാമത്തെ കൂട്ടുകാരനോട് പോലും പറയുക, ഞാൻ പോവുകയാ, ഇനി മടങ്ങി വരൂല, ഞാൻ മടക്കമില്ലാത്തൊരു യാത്രയ്ക്ക് വേണ്ടി പോവുകയാ, അതുകൊണ്ട് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോ രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നു, പേടിക്കണ്ട, ഞാൻ യാത്രയാക്കാൻ കൂടെ വരാം. ആദ്യത്തെ ആളിന് അത്രയും ബന്ധമില്ലാത്ത ആളാ രണ്ടാമത്തെ ആള്. അയാളുടെ മറുപടി, ഞാൻ യാത്രയാക്കാൻ കൂടെ വരാം. മൂന്നാമത്തെ ഒരാളിനെ സംബന്ധിച്ച് ഒരു ബന്ധവുമില്ല, കണ്ടിട്ട് മൈൻഡ് ചെയ്ത് പോലുമില്ല. കണ്ടിട്ട് മൈൻഡ് പോലും ഇല്ലാത്ത മൂന്നാമത്തെ കൂട്ടുകാരന്റെ സമീപത്തിലേക്ക് കടന്നു വരാം. കാരണം ഇനി അയാൾ മാത്രമല്ലേ ഉള്ളൂ ആ ദ്വീപിൽ. അതുകൊണ്ട് പോകുമ്പോൾ ഒരു വാക്കൊന്ന് പറഞ്ഞു പോകാമല്ലോ. ഒരു മൈൻഡില്ലാത്ത ആളാണെങ്കിലും ഒരു വാക്കൊന്ന് പറഞ്ഞു പോകാമല്ലോ. ആ നിലയ്ക്ക് മൂന്നാമത്തെ കൂട്ടുകാരനോട് വിട പറയുമ്പോ, ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാ. ഉടൻ തന്നെ ആ മൂന്നാമത്തെ ഒരു ബന്ധവുമില്ലാതെ കിടന്ന കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ മറുപടി എന്താണെന്നറിയുവോ? പേടിക്കേണ്ട കൂട്ടുകാരാ, ഭയപ്പെടേണ്ട കൂട്ടുകാരാ, ഭയപ്പെടേണ്ട കൂട്ടുകാരാ, നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞാൻ കൂട്ടിന് വരാം. നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഞാൻ കൂട്ടിന് വരാം. നീ എവിടെയൊക്കെ പോയാലും ഞാൻ നിന്നോടൊപ്പം കൂട്ടിന് വരാം. ത്വാഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ കൂട്ടുകാരനാരാ? അവന്റെ സമ്പത്താണ് ഒന്നാമത്തെ കൂട്ടുകാരൻ. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാ. പക്ഷേ മടക്കമില്ലാത്ത മരണത്തിലേക്ക് കടന്നു പോകുമ്പോ അവനെ പല്ലിളിച്ച് പരിഹസിക്കുന്നു. പോകണം, പോകണം, നീ പോകണം, ഇവിടെ നിന്നും പോകണം, എനിക്കൊന്നും പറയാനില്ല. ഇനി ഞാൻ അടുത്ത ആളിനെ വഞ്ചിക്കട്ടെ, അടുത്ത ആളിന്റെ ജീവിതം ഞാൻ തുലയ്ക്കട്ടെ, ഇനി അടുത്ത കരങ്ങളിലേക്കായിപ്പോയി. അതുകൊണ്ട് നീ ഒന്ന് പോകണമെന്ന് പറയുമ്പോ ഒരു പ്രതികരണവും വേണ്ടതുപോലെ ഇല്ലാതെ പറയുന്ന ആദ്യത്തെ കൂട്ടുകാരൻ അൽമാൽ. രണ്ടാമത്തെ കൂട്ടുകാരനേതാ? അവന്റെ സന്താനങ്ങളാ. ആ സന്താനങ്ങൾ അവനെ യാത്രയാക്കാൻ വരുന്നുണ്ട്, ഖബർ വരെ യാത്രയാക്കാൻ വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവരും വരുന്നില്ല. അതാ പ്രിയപ്പെട്ട ഉപ്പയെ കൊണ്ടുപോയി ഖബറിലേക്ക് താഴ്ത്തി വെച്ച്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മൂന്നുപടി മണ്ണും വാരിയിട്ടുകൊണ്ട് യാത്രയാക്കി തിരിച്ചു പോകുന്ന മക്കളുണ്ടല്ലോ. രണ്ടാമത്തെ കൂട്ടുകാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കൂട്ടുകാരവരാണ്. മൂന്നാമത്തെ കൂട്ടുകാരനാരാണ്? പരിഗണിക്കേണ്ട കൂട്ടുകാരനല്ലേ, പരിഗണിക്കേണ്ട കൂട്ടുകാരനല്ലേ, ശ്രദ്ധിക്കേണ്ട കൂട്ടുകാരനല്ലേ. മൂന്നാമത്തെ കൂട്ടുകാരൻ വൽ ബഖിയാത്തുസ് സ്വാലിഹാത്ത്, അവനോടൊപ്പം സഞ്ചരിക്കാനുള്ള കൂട്ടുകാരനല്ലേ, മരണസമയത്ത് രക്ഷപ്പെടുത്താനുള്ള കൂട്ടുകാരനല്ലേ, ഖബറിൽ പ്രകാശമായി വരാനുള്ള കൂട്ടുകാരനല്ലേ, പരലോകത്ത് ചെല്ലുമ്പോൾ തണുപ്പും തണലും കൊടുക്കാനുള്ള കൂട്ടുകാരനല്ലേ. അവന്റെ കയ്യിൽ കിതാബ് കൊടുക്കുമ്പോ വലത് കയ്യിൽ കിതാബ് കൊടുക്കാനും ആ തുലാസിലേക്ക് വെക്കുമ്പോ നന്മകൾ അങ്ങനെ മുൻതൂക്കം കിട്ടാനും പോരാ. സിറാത്തുൽ മുസ്തഖീമിൽ കാലിടറാതെ മുന്നോട്ട് പോകാനും പരിശുദ്ധമായ പറുദീസയാകുന്ന സ്വർഗം
ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനും ഈ കൂട്ടുകാരനുമായിട്ട് കൂട്ടുകൂടണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ? ഹബീബായ പ്രവാചകം പറയുന്ന മൂന്നാമത്തെ കൂട്ടുകാരൻ വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. മൂന്നാമത്തെ കൂട്ടുകാരൻ അവന്റെ സ്വാലിഹായ സൽക്കർമ്മമാണ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. കടന്നു പോകുന്നു. അള്ളാഹുവിന്റെ തീരുമാനം എപ്പോൾ എവിടെ എങ്ങനെ വരുന്നു എന്ന് പറയാൻ പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. മോനെടാ ആ വെള്ളം എടുപ്പ്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ? ഡേറ്റ് ഓഫ് ബർത്ത് എഴുന്നേറ്റ് നിറച്ചെന്ന് പറയാൻ നോക്കട്ടെ. ആ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലേ? നല്ല കോലമായി. നിന്നേക്കായും കൊച്ചു പിള്ളേരാ സാധാരണ പറയുന്നത് അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത്. മോനെ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര ആണോ? അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അവൻ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കുകയാണ്, ചെറിയ ഒരു കുട്ടിയാ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോ ഇത്രയും ആളുകൾ എന്റെ മുമ്പിലുണ്ട്. പ്രായമുള്ളവരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, പലരുണ്ട്, ചിന്താശേഷിയുള്ളവരുണ്ട്. ഞാനൊന്ന് ചോദിക്കുന്നു, ഡേറ്റ് ഓഫ് ഡെത്ത് പറയാൻ ജനനത്തീയതി അറിയാവുന്ന ആളുകളാ എല്ലാവരും. ചെറിയ മക്കൾക്ക് വരെ അറിയാതെ. പക്ഷേ മരണത്തീയതി പറയാൻ പറ്റുന്ന ഒരു ആൺകുട്ടി ഇവിടെയുണ്ടോ? എന്തെല്ലാം സംവിധാനങ്ങൾ അവന്റെ കയ്യിലുണ്ടെങ്കിലും, എന്തെല്ലാം ടെക്നോളജികൾ അവന്റെ കയ്യിലുണ്ടെങ്കിലും, എന്തെല്ലാം വികാസ വിസ്ഫോടനങ്ങളുടെ നിറവിലാണെങ്കിലും അവന്റെ മരണത്തിന്റെ സമയം പറയാൻ പറ്റുമോ? മരണത്തിന്റെ സ്ഥലം പറയാൻ പറ്റുമോ? മരണത്തിന്റെ ഡേറ്റ് പറയാൻ പറ്റുമോ? മരണത്തിന്റെ സന്ദർഭം പറയാൻ പറ്റുമോ? മരണത്തിന് രോഗമുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? മരിച്ചു വീഴുന്ന ചെറുകുടിഞ്ഞ് വീഴുന്നത് എവിടെയെന്ന് പറയാൻ പറ്റുമോ? മരിക്കുമ്പോ കൂടെ ആരുണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? മരിക്കുമ്പോ ഒരു പ്രദേശത്താണെന്ന് പറയാൻ പറ്റുമോ? അവന് വെള്ളം കൊടുക്കുന്നത് ആരെന്ന് പറയാൻ പറ്റുമോ? വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അവധി അങ്ങോട്ടെത്തിയാൽ ആ സമയത്ത് പിടിക്കും. നമ്മുടെ ദിവസം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കില്ല. ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയില്ലെന്നല്ലേ ഉള്ളൂ. നമ്മുടെ സമയം തിട്ടമാക്കി വെച്ചിരിക്കുകയാ. നമ്മുടെ വയസ്സെത്രയാ പടച്ച തമ്പുരാൻ ഊഹപിടിക്കുന്നത് തമ്പുരാൻ തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാ. നമുക്കൊരാൾക്ക് എത്ര ശ്വാസോച്ഛ്വാസം വിടാൻ അല്ലാഹു തആല അനുവാദം, അതിന്റെ എണ്ണം പോലും ക്ലിപ്തമാണ്. ഇങ്ങനെ ശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഉച്ഛ്വസിക്കുന്ന ഓക്സിജന്റെയും അളവ് പോലും ക്ലിപ്തമാണ്. ഈ വലിച്ചുവിടുന്നതിന്റെ എണ്ണം കൃത്യമാണ്. 1000 നിശ്ചയിച്ച ഒരാളിന് 1001 വലിച്ചാൽ കിട്ടുമോ? കിട്ടൂല. 999 ശ്വാസോച്ഛ്വാസം നിശ്ചയിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1000 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്സിജന്റെ സിലിണ്ടർ എടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കൂടാനുകൂടിയുള്ളതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചായത്ത് മെമ്പറാകട്ടെ, MP ആകട്ടെ, MLA ആകട്ടെ, CM ആകട്ടെ, PM ആകട്ടെ, ആരുമാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, അറബിയാകട്ടെ, അനറബിയാകട്ടെ, പാശ്ചാത്യനാകട്ടെ, പൗരസ്ഥനാകട്ടെ, ആരുമാകട്ടെ, അള്ളാഹു തീരുമാനിച്ച ഡേറ്റിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അള്ളാഹു മരിക്കുന്ന സമയത്തെക്കുറിച്ച് ഓർക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന് ഒറ്റയ്ക്കൊന്ന് പോയെന്ന് ചിന്തിച്ച പടച്ചവന് ഇനി എത്ര ദിവസം ഉണ്ടാവും? എനിക്ക് കഴിഞ്ഞതൊക്കെ ഓക്കെയാ, അതിനകത്തൊന്നുമില്ല. പോയിരുന്ന് ചിന്തിക്കണം, ഇനി എത്ര ദിവസം എനിക്കുണ്ടാവും? ഞാൻ എത്ര പ്രഭാതങ്ങൾ ഇനി കാണും? ഈ ഭൂമിയുടെ പുറംതലയോടെ എന്റെ കാൽച്ചുവട്ടടുകൾ വെക്കാൻ എത്രയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ചെറുപ്പക്കാരും വിചാരിക്കുന്നതെന്താ? ഞാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ലേ, ഞാൻ തന്റെ ഇടമുള്ളവനല്ലേ, ഞാൻ ആർജവമുള്ളവനല്ലേ, ഞാൻ ചോരത്തിളപ്പുള്ളവനാ, എന്റെ മസിൽ പവർ വല്ലാത്ത മസിൽ പവറാ. അസ്സലാത്തു ഖൈറും മിനന്നൗം.
പള്ളി മിനാരത്തിൽ നിന്നും സുബഹിക്ക് വിളിക്കുന്ന ബാങ്ക അവന്റെ ഉറക്കത്തെക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് വിളിച്ചു പറയുമ്പോ അവന് പള്ളിയിലേക്കല്ല പുറപ്പെട്ടു പോകുന്നത്, അവന് പോവുകയാ. എവിടെയാ പോകുന്നതെന്നറിയുമോ? അവന് ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആത്മാവിന്റെ കാര്യത്തിൽ അവന് ചിന്തയില്ല. ആ ബോഡി ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ടെമ്പിൾസുകൾ എടുത്തു വെക്കുന്ന ചെറുപ്പക്കാരാ, ജിംനേഷ്യത്തിൽ നീ പോയി ചേരുമ്പോ സുബഹി ബാങ്കിന്റെ സമയം കേൾക്കുമ്പോ പരിസരത്തുള്ള പള്ളിയിലേക്ക് 10 മിനിറ്റ് ചെലവഴിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, നിന്റെ ബൈസപ്സ് ഇങ്ങനെ ഉരുണ്ടു കയറുന്നത് കാണുമ്പോ ആവേശമാ പൊന്നുമോന്. നിന്റെ ബൈസപ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് കാണുമ്പോ നിനക്ക് വല്ലാത്ത ആനന്ദമാ പൊന്നുമോന്. നിന്റെ ബിൻസ് ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോ നിങ്ങളുടെ ഉഷാറാണെന്ന് ചിന്തിക്കുന്ന പൊന്നുമോന്. നിന്റെ കപ്പാൻ ഷോൾഡർ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോ ഞാൻ അത്യാവശ്യം ജിംനാസ്റ്റിക് ആണ്, ഞാൻ അത്യാവശ്യം ബോഡി ഫിറ്റുള്ള ആളാണ്, കാരണം എന്റെ ചെസ്റ്റൊക്കെ ഇങ്ങനെ വിരിഞ്ഞതാണോ, എന്റെ ഫോറാമൊക്കെ നല്ല കരുത്തുള്ളതാണോ, ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, കരുത്ത് പറയുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളോട് ഞാൻ ചോദിക്കുക, പൊന്നുമോളെ പൊന്നുമോളെ, നിന്റെ പ്രൈവറ്റ് റൂമിൽ നീ കണ്ണാടിയുടെ പുറത്ത് വെച്ചിരിക്കുന്ന ഫേസ് വാഷിന്റെ എണ്ണം എത്രയാ, ക്രീമുകളുടെ എണ്ണം എത്രയാ, നീ അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് പുറത്താൻ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരുമിച്ച് കൂട്ടി വെക്കുമ്പോ എന്നെ എല്ലാവരും ഒന്ന് നോക്കണമല്ലോ. പെങ്ങളെ, നീ ഉടുത്തൊരുങ്ങുമ്പോ നിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താ? പെണ്ണ്, ഈ സ്വർഗത്തിന്റെ മരുന്നുകൾ അടുത്ത് നിൽക്കാതെ ഭാഗ്യമുള്ളവളാണോ? ചിന്തിക്കു പൊന്നുമോള്, കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല. അസ്റായിൽ വരുമ്പോ സന്തോഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയാ പറയുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പരിസരത്തുള്ള ഫേസ് വാഷിന്റെ എണ്ണം നിനക്ക് പറയാൻ പറ്റുമോ? ക്രീമുകളുടെ കമ്പനികൾ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? എന്തെല്ലാം ട്രക്കിങ്ങും അതാ ട്രക്കിങ്ങും നടത്തി നിങ്ങൾ ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി പോകുമ്പോ ആലോചിക്കണേ, നീ ചിന്തിക്കുന്നതെന്താ? ഞാൻ ആരോഗ്യമുള്ള പെണ്ണല്ലേ, ഞാൻ ആരോഗ്യമുള്ള ശരീരമല്ലേ, ഞാൻ മധുര 17കാരിയല്ലേ, ഞാൻ ആരോഗ്യപ്പെടുകാത്തനായ ചെറുപ്പക്കാരല്ലേ എന്ന് ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ആലോചിച്ച് ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് ചിന്തിക്കുന്നവരോട് ഞാനൊരു പോയിന്റ് ചോദിക്കുകയാണ്, ഒരൊറ്റ പോയിന്റ് ചോദിക്കുകയാണ്. പരിസരത്തുള്ള പള്ളിക്കാട്, ഇവിടെ അടുത്ത് കബറടക്കുന്ന ഏറ്റവും അടുത്തുള്ള പള്ളിയാണ് ഉസ്താദ്. അടുത്തേതാ ഏറ്റവും അടുത്തുള്ള പള്ളി? ഈ പള്ളിയുടെ പേര് കരയാമുട്ടം അല്ലയോ? അങ്ങനെയാണോ? കരയാമുട്ടം പള്ളി. അവിടെ കബറടക്കം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതിനാ ചോദിച്ചത്. കരയാമുട്ടം പള്ളിയുടെ പരിസരത്തേക്കൊന്ന് പോകണം. ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഒന്ന് പോകണം. പോകുന്നത് പകല് പോയാൽ മതി. നീ രാത്രി പോയി ഇനി പേടിച്ചിട്ട് ഉസ്താദിന് ജോലി ഉണ്ടാക്കണ്ട. പകലൊന്ന് പോയി നോക്കിയാൽ മതി. പകല് പോയി നോക്കിയാൽ മതി. എന്താണ് ആ പള്ളിയുടെ പരിസരത്തേക്ക് കടന്നു പോകുമ്പോ നോക്കേണ്ടത് എന്താ? ആ പള്ളിക്കാട്ടിൽ അംഗവിഷമം കൊള്ളുന്ന ആളുകളുടെ പ്രായം എത്രയാ? 90 വയസ്സുള്ള ഉപ്പാപ്പ മാത്രമാണോ? 90 വയസ്സുള്ള ഉമ്മാമ മാത്രമാണോ? 80 വയസ്സുള്ള ഉമ്മാമ മാത്രമാണോ? സഹോദരങ്ങളെ, അല്ല. മാതാവിന്റെ ഗർഭാശയത്തിൽ 9 മാസം അല്ലെങ്കിൽ 10 മാസം തികയുന്നതിന് മുമ്പ് അകത്ത് കിടന്നു തന്നെ ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ട് ചാവുകയായി പുറത്തു വന്ന ആ ചോരക്കഷണത്തെ അടക്കം ചെയ്തിരിക്കുന്നത് പള്ളിക്കാട്ടിലാ, മറന്നു പോകണ്ട. പുറത്തേക്ക് ഒന്ന് പ്രസവിക്കപ്പെട്ട് 2-3 മിനിറ്റിനുള്ളിൽ മരണപ്പെട്ടു പോയ ചോരക്കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന നാടാ പള്ളിക്കാട്. മറക്കണ്ട ചെറുപ്പക്കാരാ. അവിടെ 5 വയസ്സുകാരികളുണ്ട്, അവിടെ 10 വയസ്സുള്ള പലരുണ്ട്, അവിടെ 25 വയസ്സുള്ള ആളുകളുണ്ട്, അവിടെ പല 30കാരികളുമുണ്ട്. ഒരൊറ്റ പ്രായക്കാരല്ല പള്ളിക്കാട്ടിലുള്ളത്, മറക്കണ്ട. വ്യത്യസ്ത പ്രായക്കാര് പാർക്കുന്ന പാർപ്പിടമാ പള്ളിക്കാട്, മറക്കണ്ട. അതുകൊണ്ട് എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് പറയാൻ നിർണ്ണയിക്കാൻ നമുക്ക് കരുത്തില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയം കൃത്യമാണ്. ഗൾഫ് നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ നിലയുടെ മുകളിൽ നിന്ന് പണിയെടുക്കുകയാണ്, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പണിയെടുക്കുകയാണ്. പണിയെടുത്തുകൊണ്ടിരിക്കുന്ന
നിൽക്കുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്നും മറിഞ്ഞ് താഴെ വീഴുകയാണ്. വീണത് താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറിന്റെ മുകളിലാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒന്നും പറ്റിയില്ല. കാരണം സമയമായിട്ടില്ല. അതുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല വലിയ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അനുഭവങ്ങൾ പറയാൻ, പങ്കുവെക്കാൻ പലരും ഉണ്ടാവും എന്റെ മുമ്പിൽ. പക്ഷേ എത്രയോ നിസ്സാര കാരണങ്ങളാൽ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള ആളുകളുടെ സംഭവങ്ങൾ പറയാനും നമുക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ചിന്തിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആ മനുഷ്യൻ താഴെ വീണു, താഴെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ മുകളിൽ വീണു. കാറിന്റെ ചില്ലൊക്കെ ഉടഞ്ഞുപോയി. ആളിനൊന്നും പറ്റിയില്ല. ആളുകളൊക്കെ ഓടി വന്നു അദ്ദേഹത്തിനെ പിടിച്ചു നോക്കാൻ. അദ്ദേഹം സ്വന്തമായിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആരും പിടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ എവിടെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഏതെങ്കിലും 10 ആളിങ്ങനെ നിൽക്കുന്നല്ലേ, 10 പെൺപിള്ളേർ നിൽക്കുന്നതിൻ്റെ അവിടെ പോയി ബൈക്കൊക്കെ ഒന്ന് താഴെ വീഴുമ്പോൾ സാധാരണ അവിടെയും ഇവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് പാൻ്റൊക്കെ കീറി അവിടെയും ഇവിടെയൊക്കെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിലും പറയുന്ന പറച്ചതല്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പതുക്കെ വണ്ടി അങ്ങോട്ട് എടുത്ത് ഒരു 5 മിനിറ്റും കൂടെ അല്ലെങ്കിൽ കുറച്ച് മുമ്പോട്ട് നീക്കി വെച്ചിട്ട് എന്റെ വാപ്പോ അവിടെ വേദന ഇവിടെ. ആ പറച്ചിലല്ല, ഒരു കുഴപ്പവുമില്ല. ആ സഹോദരൻ എഴുന്നേൽക്കുക. വന്ന ആളുകളൊക്കെ തിരിച്ചു പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, പോകരുത്. എന്തായിരുന്നാലും നിങ്ങൾ എന്നെ പിടിച്ചു വെക്കാം. വന്ന ആളുകളാ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം, അവിടെ വെക്ക്. അതാ അപ്പുറത്തെ കടയിലേക്ക് കടന്നു പോവുകയാണ്. കോളകളുടെ ബോട്ടിലുകളുമായി കടന്നു വരികയാ. കോള കൊടുക്കാൻ വേണ്ടി കടന്നു വരുമ്പോ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് കോള കൊടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുമ്പോ എതിരെ വന്ന വാഹനം ചീറിപ്പാഞ്ഞു വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ഇടിച്ചിട്ട് അവിടെ കിടന്ന് പടഞ്ഞു മരിക്കുകയോ. ചെറുപ്പക്കാരാ, മറക്കണ്ട. എവിടായപ്പോഴാ ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെറുപ്പക്കാർ കൂട്ടാമെന്ന് വാഹനത്തിൽ. സുബ്ഹാനല്ലാഹ്, കാസർഗോഡ് കഴിഞ്ഞ് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. കുറെ മുമ്പോട്ട് പോയപ്പോൾ ആ ചെറുപ്പക്കാർ പറയുന്നു, ഉസ്താദേ, 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു. ആ ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചു, മക്കളെ, ആക്സിഡന്റ് എന്ന് പറയുന്നത് അത്ഭുതമല്ലല്ലോ, ഞാൻ ഇന്നലെ കണ്ടു എന്ന് അന്ന് പറഞ്ഞു. ഞാൻ തിരിയൊരു ആക്സിഡന്റ് ആദ്യം കണ്ടത് ഞാനായിരുന്നു എന്ന് പരിപാടി കഴിഞ്ഞ് വരുമ്പോ. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാർ പറയുന്നു, അങ്ങനെയുള്ള ആക്സിഡന്റ് അല്ല. ആ ചെറുപ്പക്കാര് പറയാൻ തുടങ്ങി, പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ട് വീട്ടിൽ കിടക്കുമ്പോ, പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ട് വീട്ടിൽ കിടക്കുമ്പോ, പിതാവിനെ കാണാൻ നാനാഭാഗത്തു നിന്നും ആളുകൾ കടന്നു വരുമ്പോ പ്രിയപ്പെട്ട കുഞ്ഞുമോന് പോവുകയാണ്. അതാ ബസാറിലേക്ക് പോവുകയാ, നാടിലേക്ക് പോവുകയാ. ഉപ്പാന് കവമ്പുറി വാങ്ങാൻ പോയ കുഞ്ഞുമോനുണ്ടല്ലോ, ഉപ്പാന് അത്ര വാങ്ങാൻ പോയ കുഞ്ഞുമോനുണ്ടല്ലോ, ഉപ്പാന് അതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങാൻ പോയ കുഞ്ഞുമോനുണ്ടല്ലോ, പണി വാങ്ങാൻ പോയ കുഞ്ഞുമോനുണ്ടല്ലോ. ഉസ്താദേ, ഇവിടെ വെച്ച് ആ കുഞ്ഞുമോന് മരണപ്പെട്ടു പോയി. വീട്ടിൽ നിമിഷങ്ങൾക്കാണ് 2 മയ്യത്തടാ കൂടുകയാണ്. വീട്ടിലാരെങ്കിലും മരിച്ചെടുക്കല്ലേ? അസ്രായേൽ വരുമ്പോ അവിടെ വീട്ടിൽ പോട്ടെ, ഇന്നെന്തായാലും ഒരാളെ പിടിച്ചിട്ടുണ്ടല്ലോ ആ വീട്ടില്, ഇന്നൊരാൾ അവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇൻഷാല്ലാ 1 മാസം കഴിഞ്ഞിട്ട് എന്റെ വേദനയൊക്കെ ഒന്ന് മാറട്ടെ. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? ഇല്ല. ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചിന്തിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആസ്വദിച്ചത് കൊണ്ടോ അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരർത്ഥമില്ല. സ്വന്തം ജീവിതത്തിൽ ചിന്തിക്കുക. ജീവിതം തുടങ്ങിയിട്ടില്ല, തുടങ്ങുമ്പോൾ കൈയടിച്ചു പോയാലെല്ലാം നഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് ഒരൽപ്പം പറഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ സംഭവം പറഞ്ഞ് തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, അവസരം, സന്ദർഭം, സാഹചര്യം എപ്പോഴാ എവിടെയാണ് ആ സമയത്ത് നമ്മളവിടെ എത്തിയിരിക്കും അല്ലേ? അത്ഭുതകരമായിട്ട് പലരും ഗൾഫിൽ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ നാളുകൊണ്ട് വിസ കിട്ടാതെ ബുദ്ധിമുട്ടി വിസയായി എല്ലാ തടസ്സങ്ങളും മാറി ഗൾഫിൽ പോകുമ്പോ തുച്ഛമായ നാളുകൾ കൊണ്ട് കേൾക്കുന്നു, അല്ലാഹ്
ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പോയി, അല്ലെങ്കിൽ മരണപ്പെട്ടുപോയി, അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടായി മരണപ്പെട്ടുപോയി. നാഥനായ റബ്ബേ, പ്രവാസികളായി ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും പ്രയാസപ്പെടുന്നുണ്ട്. തമ്പുരാനേ, അവരുടെ ജീവിതം റാഹത്തിലാക്കണയല്ല, ബറക്കത്ത് നൽകണയല്ല, ആഫിയത്ത് കൊടുക്കണയല്ല. എല്ലാ ബലാ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ടും അവരെ നീ കാക്കണയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാരൊക്കെ മുമ്പിലുണ്ട്. ദർസ് ഇങ്ങനെ നടക്കുകയാൽ അപ്പൊ കടന്നു വരുന്നു. ആരാണെന്നറിയോ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. അസ്റായീൽ ഇങ്ങനെ കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ ഇങ്ങനെ നോക്കുന്നു. ആര് കാണുന്നു? സുലൈമാൻ നബി കാണുന്നു. തന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ ഇങ്ങനെ നോക്കുകയാ. ശിഷ്യൻ കാണുന്നില്ല, വേറെ ആരും കാണുന്നില്ല. സുലൈമാൻ നബി പ്രവാചകനാണ്. മോചിതത്തിന്റെ കണ്ണുകൊണ്ടത് കാണുകയാണ്. അസ്റായീൽ നോക്കിയ നല്ല ചൂട് ബിരിയാണി പഠിച്ചുതരാനായിരിക്കും അല്ലേ? അസ്റായീൽ ഒരാളിനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ശവായിയോ അൽഫാമോ ഒക്കെ വാങ്ങിത്തരാനാണോ? അസ്റായീൽ നോക്കിയാൽ കാര്യം കുഴപ്പം തന്നെയാണ്. ശ്രദ്ധിച്ചു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്. അസ്റായീൽ അങ്ങ് മാറി. സദസ്സൊക്കെ പിരിഞ്ഞു. ശിഷ്യനെ വിളിച്ചുകൊണ്ട് സുലൈമാൻ നബിയാകുന്ന ഉസ്താദ് പറയുന്നു, മോനെ, നിന്നെ ഒരാൾ നോക്കിയിട്ടുണ്ട്. ആളിന്റെ പേര് അസ്റായീൽ അലൈഹിസ്സലാം. പേടിച്ചുപോയി, വളരെ ഭയപ്പെട്ടുപോയി. കാരണം അസ്റായീൽ നോക്കിയാൽ നീ താമസമില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകരായ അങ്ങനെയൊരു ഉപകാരം ചെയ്യണം. മനുഷ്യവാസമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടെത്തിച്ചു തരുമോ പ്രവാചകരെ? കുറച്ചാളും കൂടി ജീവിക്കാൻ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒരല്പവും കൂടി ജീവിക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ മനുഷ്യവാസമില്ലാത്ത, ഇന്നുവരെയും ഒരു മനുഷ്യനും കടന്നു വന്നിട്ടില്ലാത്ത ഈ ഭൂമിയുടെ ഏതെങ്കിലും ദുരന്തങ്ങളിൽ ഏതെങ്കിലും ഒരു അത്ഭുതമായ പ്രദേശത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുതരുമോ? എന്നെ ഒന്ന് കൊണ്ടുപോയി വിടുമോ? നിങ്ങൾക്ക് കാറ്റിനെ വഴിപ്പെടുത്തി തന്നിട്ടുണ്ടോ? ആ കാറ്റിനെ കൊണ്ടുപോയി എന്നിനെ കഴിച്ചുകൊണ്ടൊന്ന് ചുഴറ്റിയടിച്ചോ. എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് എത്തിച്ചു തരുമോ നബിയേ? നിർബന്ധിച്ച പൊസിഷനിലെ ഓക്കെ, നിന്റെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി തരാം. നിമിഷ നേരം കൊണ്ട് സുബ്ഹാനല്ലാഹ്, ഖാദങ്ങൾ കവലേ കാറ്റിങ്ങനെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. കാറ്റ് ഈ മനുഷ്യനെയും ശിഷ്യനെ കൊണ്ടുവന്ന് ആരോരുമില്ലാത്ത അത്യത്ഭുതകരമായിട്ടുള്ള ഒരു പ്രദേശത്തിൽ അങ്ങനെ കൊണ്ടങ്ങ് നിൽക്കുന്നു. നിർത്തിയിട്ടങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ ആരുടെ മുഖമാണ്? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. റൂഹിനെ അവിടെ വെച്ച് പിടിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം അസ്റായീലിനോട് ചോദിച്ചു, അല്ല അസ്റായീലേ, നിങ്ങൾ റൂഹിനെയൊക്കെ പിടിച്ചു ഓക്കെയാ, എന്തിനാണ് ആ ശിഷ്യനെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ നോക്കിയത്? എന്തോ ചിന്തയോടെ സംശയത്തോടെ നോക്കിയതെന്തിനാണ്? സുലൈമാൻ നബിയോട് അസ്റായീൽ പറയാൻ, നബിയെ, ഓർമ്മല്ല, ആ മനുഷ്യന്റെ സമയം എടുത്തു. ചിന്തിക്കണം നിങ്ങൾ, ആ മനുഷ്യന്റെ സമയം എടുത്തു. പക്ഷെ സ്ഥലം ഇതല്ല, എത്രയോ ദൂരമാണ് അല്ലാഹു തആല ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിച്ച്, ഈ മനുഷ്യൻ തുച്ഛമായ സമയം കൊണ്ട് അവിടെ എങ്ങനെയാ എത്തുക എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിന്നതാ. ആൾ അവിടെ എത്തുന്ന എങ്ങനെയാ? ഇത്രയും അകലത്തുള്ള ഈ പ്രദേശത്ത് തുച്ഛമായ സമയം കൊണ്ട് എങ്ങനെ എത്തുക? അതിന്റെ കാര്യം പിടുത്തം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ അത്ഭുതത്തോടെ നോക്കി നിന്നതാ. ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കഴിഞ്ഞുപോയി എന്ന് നമുക്കറിയാം അല്ലേ? എത്ര കഴിഞ്ഞുപോയി, കൊഴിഞ്ഞുപോയി എന്ന് നമുക്കറിയാം. എത്ര കഴിയാനുണ്ട് നമുക്കറിയില്ല. എല്ലാ വിഷയത്തിലും ഉറപ്പു പറയാൻ നമുക്ക് കരുത്തുണ്ടോ? എല്ലാ വിഷയത്തിലും എന്റെ പ്രിയപ്പെട്ടവരെ, പല നിലക്കും പലരും പറയും, പക്ഷേ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയം അത് മരണം മാത്രമാണ്. ബാക്കിയൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ? പഠിക്കുന്ന മക്കളുണ്ട്, പഠനം പൂർത്തിയാക്കുമെന്ന് പറയാൻ നിവർത്തിയില്ല. തൊഴിൽ കിട്ടിയവരുണ്ട്, തൊഴിലേക്ക് പോയി അതിന്റെ പൂർത്തീകരണത്തിലെത്തുമെന്ന് പറയാൻ
വരാൻ നിവൃത്തിയില്ല. കല്യാണം ഉറപ്പിച്ച കുട്ടികളുണ്ട്, വിവാഹത്തിൽ ഏർപ്പെടുമെന്ന് പറയാൻ നിവൃത്തിയില്ല. എന്തിനേറെ പറയണം, ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് വരുമ്പോ ഇൻഷാ അല്ലാഹ് ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ചെല്ലുമെന്ന് ഉറപ്പ് പറയാൻ നിവൃത്തിയില്ല. നിങ്ങൾ ഈ ചേറുകളിലേക്ക് വന്നപ്പോ 100 ലക്ഷങ്ങൾ പിന്നിൽ വെച്ചിട്ടായി ഇരിക്കുന്നത് പോകാൻ വെറുതെയായിട്ടിരിക്കുകയാ. തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് നൽകുമാറാകട്ടെ. അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറപ്പ് പറയാൻ പറ്റിയില്ല. തിരുവനന്തപുരം ജില്ലയിൽ എനിക്കൊരു പ്രഭാഷണമുണ്ടായിരുന്നു. പെരുമാതുറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊരു പ്രഭാഷണത്തിന്റെ 3-ാം ദിവസം, അതിന്റെ സമാപന ദിവസം, ഒരു വിബോധന പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹ്. ആ പ്രഭാഷണത്തിന്റെ ഇൻട്രഡക്ഷനൊക്കെ കഴിഞ്ഞ് ആമുഖമൊക്കെ കഴിഞ്ഞ് വിഷയത്തിലേക്ക് കടന്നു പോകുമ്പോ ആ സദസ്സിലുള്ള ആളുകളൊക്കെ റോഡിലേക്ക് ഓടുകയാ. റോഡിന്റെ സൈഡിലുള്ള വിശാലമായ സദസ്സായിരുന്നു, ഒരുപാട് മുഅ്മിനീങ്ങളുള്ള സദസ്സായിരുന്നു. ആളുകളൊക്കെ ഒന്നൊന്നായിട്ട് റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊഴിഞ്ഞു പോവുകയാ. ഓടുന്ന ആളുകളോട് ഞാൻ എന്ത് വാള് പറയാനാ, ഞാൻ എന്ത് പ്രസംഗിക്കാനാ? ഞാൻ അവിടെ പ്രഭാഷണം നിർത്തി ഓടുന്നൊരു ചെറുപ്പക്കാരനെ വിളിച്ച് എന്താ പറ്റിയത് മോനെ എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറയുക, ഉസ്താദേ 2 ദിവസവും ഈ പ്രഭാഷണത്തിന്റെ വേദിയിൽ മുൻസഫിലിരുന്ന് ഉസ്താദിനോട് പ്രസംഗിക്കുന്ന പ്രഭാഷകനോട് സംശയം വരെ ചോദിച്ച ഒരു പാപ്പ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരു സഹോദരന് സുബ്ഹാനല്ലാഹ് പ്രഭാഷണ വേദിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോ എതിരെ വന്നവർ വാഹനം ഇടിച്ചുകൊണ്ട് അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുകയാ. അല്ലാഹ് ആ ഖബർ സന്തോഷത്തിലാക്കണമല്ലോ. ഇൽമിന്റെ വേദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു മരണമായതുകൊണ്ട് കുടുംബക്കാർ ഉറക്കില്ല. അവർ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവാം, നാളുകളേറെയായി. പക്ഷേ ഇൽമിന്റെ സദസ്സുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് ഇപ്പോഴും ആ ഖബറിൽ പ്രാർത്ഥന കിട്ടുന്നത് കണ്ടോ ഉറച്ചാണെന്നും പറയണേ സഹോദരങ്ങളെ. അർഹമുർ റഹീമായ അല്ലാഹ് ആ ഖബറിൽ ഇവിടെ ചൊല്ലിയ സ്വലാത്തിന്റെ മിസ്ലി സവാബുകളെ എത്തിക്കണേ അല്ലാഹ്. ഖബർ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇനി എത്ര ദിവസമാണ്, എത്ര സമയമാണ്, എവിടെയാ, എങ്ങനെയാ, ആർക്കും നിശ്ചയമില്ല. കടന്നു പോകാനുള്ള സമയമാണ് ഇനി കാത്തിരിക്കേണ്ടത്, അല്ലാതൊന്നുമല്ല. ജീവിക്കാൻ വന്നവരല്ല, ജീവിക്കാൻ തയ്യാറെടുക്കാൻ വന്നവർ. ഓരോരുത്തർക്കും ഓരോ സമയമാണ് അല്ലാഹു തആല തയ്യാറെടുപ്പായി നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ സമയമാണ് തയ്യാറെടുപ്പായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണ ലോകമാണെന്ന് പറയുമ്പോ പലർക്കും സംശയം ഉണ്ടാവും അല്ലേ? ചിലപ്പോ 100 വയസ്സ് വരെ അല്ലാഹു തആല നോക്കും, അവൻ എന്തൊക്കെ ഇബാദത്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടി. ചിലപ്പോ 30 വയസ്സ് വരെ അല്ലാഹു നോക്കും അല്ലേ? ഈ 100 വയസ്സ് കഴിക്കുമെന്ന് ആളിനുറപ്പില്ല. 30 വരെ ഉള്ളൂ എന്ന് ഒരറിവും 30 ഉള്ള ആളിനും ഇല്ല. അപ്പൊ ഈ കഴിഞ്ഞു പോകുന്ന കാലം, കഴിഞ്ഞു പോകുന്ന കൊടിഞ്ഞു പോകുന്ന സമയം, അടുത്ത സമയം മരണത്തെ പ്രതീക്ഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലേ? ഏതൊക്കെ കൂട്ടുകാരന്മാർ നമ്മളെ വഞ്ചിച്ചാലും, പലരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനാണ് ഇങ്ങനാണ് മാടയാണ് കോടയാണ്, അവിടെ കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോയി നിന്നെ അങ്ങനെ ആക്കിത്തരാം ഇങ്ങനെ ആക്കിത്തരാം. നീ അങ്ങ് ചെന്ന് കയറി അവസാനം അവിടെ ചെല്ലുമ്പോൾ ആളുമില്ല തുമ്പുമില്ല അല്ലേ? ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് വരെ പണം മുക്കി ചതിച്ച് ഒരുപാട് അവശതകൾ അനുഭവിക്കുന്ന പ്രവാസികളുടെ കഥകൾ, നാട്ടിലുള്ളവരുടെ കഥകൾ. പക്ഷെ ഈ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഈ പറഞ്ഞ ആൾ ഒരിക്കലും വരാതിരിക്കൂല. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അസ്റായീലിനോട് ചങ്ങാത്തം കൂടാനുള്ള ഈമാൻ ഉണ്ടാവണം. അവനാണ് മുസ്ലിം. അസ്റായീലുമായിട്ട് കമ്പനി അടിക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ വെറുതെ പറയുന്നതല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയാകുന്ന ഭാര്യയോട് പറയുകയാ, എന്റെ ഒരു കൂട്ടുകാരൻ വരാനുണ്ട്, ഇപ്പോൾ വരും. അതുകൊണ്ട് നീ വീടും പരിസരവും അടിച്ച് വൃത്തിയാക്കണം, വീടും പരിസരമൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കണം. ആ കൂട്ടുകാരൻ വരാൻ ടൈമായി. അതുകൊണ്ട് എന്റെ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ നല്ലതുപോലെ വിരിപ്പൊക്കെ വിരിച്ച് നല്ല സുഗന്ധമൊക്കെ പൂശണം.
ആ സ്ത്രീ അതാ പരിസരം വൃത്തിയാക്കി, വീട് വൃത്തിയാക്കി, എല്ലാം മാലിന്യമുക്തമാക്കി, തന്റെ ബെഡ്റൂമും ക്ലിയറാക്കി, അത്തർബൂസും ഇരിപ്പൊക്കെ വിരിച്ച് അൽഹംദുലില്ലാഹ് ഉടൻ തന്നെ മഹാനവറുകൾ പറയുന്നു, നീ അകത്തു പോയിരുന്നോ, എന്റെ കൂട്ടുകാരൻ പരിസരത്ത് എത്തിക്കൊണ്ടിരിക്കുകയാ. നോക്കുമ്പോ ആ പെണ്ണകത്തേക്ക് പോവുകയാണ്, ആ സ്ത്രീ അകത്തേക്ക് പോവുകയാണ്. മഹദിയവറുകൾ അതാ അകത്തേക്ക് കടന്നു പോവുകയാണ്. കുറെ സമയമായി കൂട്ടുകാരൻ വന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. മെല്ലെ വിരിപ്പങ്ങ് മാറ്റി നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ബെഡിൽ ഇങ്ങനെ കിടക്കുകയാ. ആ ഭാര്യ വിചാരിച്ചു, എന്റെ ഭർത്താവ് കൂട്ടുകാരനെ പ്രതീക്ഷിച്ചു കിടന്നു ഉറങ്ങിപ്പോയതാണോ, ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണോ. ആ പ്രിയപ്പെട്ട ഭർത്താവിനെ തട്ടി വിളിക്കുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൂട്ടുകാരൻ വന്നു, കൂട്ടുകാരനുമായി പോയി. അവരിവിടല്ലേ ജീവിച്ചത്? അവര് വേറെ ഏതെങ്കിലും മായാലോകത്താണോ ജീവിച്ചത്? അവരിവിടെ തന്നെ, ഈ ഭൂമിയിൽ തന്നെ. ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അവർക്കും പ്രകാശം കൊടുത്തത് ഈ സൂര്യനല്ലേ? അവർക്കും നിലാവ് പൊഴിച്ചു കൊടുത്തത് 4 ലക്ഷം കിലോമീറ്റർക്ക് അപ്പുറത്തുള്ള ഈ ചന്ദ്രൻ തന്നെയാണ്. അവരും വസിച്ചത് ഈ ഭൂമിയിലാണ്. അവർക്കും ഈ അറ്റ്മോസ്ഫിയറാണ്, അവർക്കും ഈ അന്തരീക്ഷമാണ്. അവർക്കും ഒരു മാറ്റമില്ല, ഈ ഭൂമി തന്നെയാണ്. പക്ഷേ അവരിതിനെ കാണേണ്ടതുപോലെ കണ്ടു, അറിയേണ്ടതുപോലെ അറിഞ്ഞു, അറിയേണ്ടതുപോലെ അറിഞ്ഞു, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പുരുഷന്മാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് നീങ്ങി നിൽക്കണം. ഒരൽപ്പം ദ്വാരം പിരിയാൻ വേണ്ടി എല്ലാ ആളുകളും, എല്ലാവരും ആ പരിസരത്തുള്ള ആളുകൾക്ക് ഇങ്ങ് മുമ്പോട്ട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാഹ്. കേവലം ഒരു പ്രഹസനമായി പോകരുത്, ആത്മാർത്ഥമായിട്ട് നാമീം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എല്ലാവരും പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം അള്ളാഹു പൂർണ്ണമായും ആത്മീയമായ ആനന്ദത്തിലായി അള്ളാഹു തആല തൗഫീഖിലായി നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആരെങ്കിലും പരിസരത്തിന് എല്ലാവരും കുറച്ചും കൂടെ ആ ബോക്സിന് മുമ്പിൽ നിങ്ങൾ മാറി നിൽക്കണം. അങ്ങോട്ട് മഹാന്മാർ ഈ ലോകത്തെ കണ്ടിട്ടുള്ളത്, അവരുടെ കാഴ്ചപ്പാട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സദസ്സുകളോട് പറയാറുള്ളൊരു ഉദാഹരണം മഹാന്മാരുടെ ഉദാഹരണമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം വള്ളവും വെള്ളവും പോലെയുള്ളൊരു ബന്ധമാണ്. വള്ളവും വെള്ളവും പോലെയുള്ളൊരു ബന്ധമാണ് ഈ ദുനിയാവും അതിലുള്ള നമ്മുടെ ജീവിതവും. ചിന്തിക്കുന്നവർക്ക് വലിയ വിഭ്രാന്തമുണ്ട്, മറക്കണ്ട. അതെങ്ങനെ ഉസ്താദേ, വള്ളവും വെള്ളവും പോലെയുള്ള ഒരു ബന്ധം എങ്ങനെ? വള്ളത്തിന് പോകാൻ വെള്ളം ആവശ്യമാണ്, വള്ളത്തിന് പോകാൻ വെള്ളം ആവശ്യമാണ്. വള്ളത്തിന് പോകാൻ ആവശ്യമായ വെള്ളം വള്ളത്തിന്റെ ഉള്ളിൽ കിടന്നാലോ? വള്ളത്തിന് പോകാൻ വെള്ളം ആവശ്യമാണ്. വള്ളത്തിന് പോകാൻ ആവശ്യമായ വെള്ളം വള്ളത്തിന്റെ ഉള്ളിൽ കിടന്നാലോ മറുകര കാണാൻ പറ്റൂല, ലക്ഷ്യസ്ഥാനത്തെത്തൂല. ദുനിയാവ് സത്യവിശ്വാസിക്ക് സ്വർഗം വാങ്ങാനുള്ള മുതലാണ്. പക്ഷേ ദുനിയാവാകുന്ന ജലപ്പരപ്പിൽ ജീവിതമാകുന്ന നൗകയിലൂടെ കടന്നു പോകുമ്പോ ദുനിയാവങ്ങ് ഉള്ളിലേക്ക് കടന്നുപോയാൽ പരിശുദ്ധമായ സ്വർഗത്തിന്റെ പരിപാടിക്കെത്താൻ അവന് പറ്റൂല. എന്നാ ദുനിയാവോളം, പക്ഷെ അതങ്ങോട്ട് ഉള്ളിൽ കയറാൻ പാടില്ല. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കുറച്ച് ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരൊറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഉസ്താദ്? ഒരൊറ്റ ഹദീസ്, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ ഒരു അംശമെങ്കിലും ഹൃദയത്തിലുള്ള ആളുകൾ വളരെ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു ഹദീസാണ്, ആലോചിക്കേണ്ട ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലതമൂതുന്ന കമാ തനാമൂൻ, ലതമൂതുന്ന കമാ തനാമൂൻ, ലതുബഅസുന്ന കമാ തസ്തൈഖിദൂൻ. ഓ ജനങ്ങളെ, നിങ്ങളോട് ആര് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയുകയില്ല. ആര് നിങ്ങളെ വഞ്ചിച്ചാലും ഞാൻ നിങ്ങളെ വഞ്ചിക്കൂല. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ പോലെ നിങ്ങൾ മരിക്കാനുള്ളവരാണ്.
എപ്രകാരമാണ് ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നത് അപ്രകാരം റബ്ബിന്റെ സവിധത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനുള്ളവരാണ് നിങ്ങൾ. മുഹമ്മദ് മുസ്തഫ വളരെ ഗൗരവപ്പെട്ട ഒരു ഹദീസാണ്. കാരണം ഇതൊരു സ്വപ്ന സമാനമാണ്. നമ്മളെ കാണുന്നത് ഒരു സ്വപ്നമാണ്. നമ്മളിപ്പോ സ്വപ്നത്തിലാണ്. വാസ്തവത്തിൽ ഉണർച്ചയുടെ ലോകത്തിലേക്ക് മരണമെന്ന പഴുതിനോടെയാണ് നമ്മൾ കടക്കുന്നത്. ഇതൊരു മായാലോകമാണ്, സ്വപ്നത്തിലാണ്. വലിയൊരു സ്വപ്നം. ഏതുപോലെ നാം പലരും സ്വപ്നം കാണാറുണ്ട്. ഇന്നലെ പലരും പലതും കണ്ടു. ചിലപ്പോ കിടക്കാടം പോലും ഇല്ലാത്ത ആളുകൾ കാണുന്ന സ്വപ്നം എന്താ? വലിയ മാളികയിൽ കിടന്നിറങ്ങുന്നത് സ്വപ്നം കാണുന്നു. ഞാൻ കൂട്ടത്തിൽ ചോദിക്കുന്നു, ആരെങ്കിലും ചിന്തിക്കണം, സ്വപ്നം കാണുന്ന സമയത്തിൽ ഇത് സ്വപ്നമാണ് എന്ന് സ്വപ്നത്തിൽ മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വപ്നം കാണുന്ന സമയം എന്താ ചിന്തിക്കുന്നത്? ഇത് ഒറിജിനലാണ് അല്ലേ? സ്വപ്നം കാണുന്ന ആ സമയം ചിന്തിക്കുന്ന ഒറിജിനലാണ്. അതുകൊണ്ടല്ലേ നമ്മൾ സ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിയുമ്പോൾ സ്വപ്നമായിരുന്നു അല്ലേ? നഷ്ടപ്പെട്ട ഒരു വേദന, ചെറിയൊരു വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവമായ ഒരു പാമ്പ് കൊത്താൻ വരുന്ന സ്വപ്നം കാണാം. സ്വപ്നമായിരുന്നു. അണപ്പ് മാറുന്നില്ല, 5 മിനിറ്റത്തേക്ക് പേടി. ആ രൂപം ഇങ്ങനെ വരിക. കാരണം ആ കാണുന്ന സമയം നമ്മുടെ ചിന്ത എന്താ? ഒറിജിനലാ. അപ്പോൾ പല സ്വപ്നവും പലരും കാണുന്നുണ്ട്. പലരും വലിയ സാമ്പത്തിക ശേഷിയിലേക്ക് കടന്നുപോയതായി കാണുന്നു. പാസ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിലും ആള് ഫ്ലൈറ്റിൽ, അതാ ദുബൈയിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് ഇല്ല, സ്വപ്നത്തിലാണ്. എല്ലാ സ്വർണവും വിറ്റുപറക്കി. സഹോദരി കാണുന്ന എന്താ? ശരീരം മുഴുവനും സ്വർണ്ണം ഇട്ടുകൊണ്ടിരിക്കും. പണത്തിന്റെ കെട്ടുകൾ. രാജാവാകുന്നു, മന്ത്രിയാകുന്നു, അങ്ങനെയാകുന്നു, എല്ലാം സുബ്ഹാനല്ലാഹ്. ഒന്നെങ്കിൽ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അലാറം സൗണ്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചുണർത്തുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ആ സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന മനുഷ്യന്റെ ചിന്ത എന്താ? പടച്ചവനെ, സ്വപ്നമായിരുന്നു. ഒരു നിരാശയും വേദനയും എല്ലാവരുടെയും മനസ്സിന് പിടികൂടുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിരാശ വല്ലാത്ത നിരാശയാണ്. ഒറിജിനൽ അല്ലായിരുന്നോ എന്ന് ചിന്തിക്കുന്ന നിരാശ. അതുപോലെ നാം ഈ കാണുന്ന സ്വപ്ന സമാനമായ ജീവിതത്തിൽ നിന്നും വിളിച്ചു നിർത്താൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറന്നുപോകേണ്ട ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഈ സ്വപ്നത്തിൽ നിന്നും വിളിച്ചങ്ങ് ഉണർത്തും. അപ്പൊ യഥാർത്ഥ ഉണർച്ചയുടെ ലോകമായി. അപ്പോഴും ഇതുപോലെ പറയുന്നു, പടച്ചവനെ, സ്വപ്നമായിരുന്നു. എവിടെ എന്റെ സമ്പത്ത്? എവിടെ എന്റെ സന്താനങ്ങൾ? എവിടെ എന്റെ സൗഭാഗ്യങ്ങൾ? എല്ലാം സീറോ ആണല്ലോ. ഞാൻ വേറെ ലോകത്തേക്ക് കടന്നല്ലോ. എന്റെ വിളി ആളുകൾ പരിസരത്തുണ്ടായിട്ടും കേൾക്കുന്നില്ലല്ലോ. ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് കടന്നുപോയല്ലോ. ചരിത്ര സംഭവമൊന്നുമല്ല, ഇത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരാനുള്ള പച്ചയായ യാഥാർത്ഥ്യം. ജീവിതത്തിൽ 100% ഉറപ്പുള്ളൊരു വിഷയം. ബാക്കിയൊന്നും ഉറപ്പില്ല, മരിക്കുമെന്ന് ഉറപ്പാണ്. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.